അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഓരോ സെക്കൻഡിലും അല്ലാഹു ചെയ്തുകൊണ്ടിരിക്കുന്നത് കോടാനുകോടി 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 അനുഗ്രഹങ്ങളാണ്. കാരണം നമ്മൾക്കറിയാത്ത നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് പ്രക്രിയകൾ നമ്മുടെ അന്തർഭാഗത്ത് നമ്മുടെ ഉള്ളിലായിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ ഓരോ ചലനത്തിന് പോലും അതിൻ്റേതായിട്ടുള്ള പ്രോസസ്സുകൾ അതിൻ്റെ ബാക്കിലുണ്ട്. അതൊക്കെ അള്ളാഹു ചെയ്യുന്ന അനുഗ്രഹമാണ്. അതുപോട്ടെ, നമുക്ക് ബാഹ്യമായിട്ട് തന്നെ, ആന്തരികമായല്ലാതെ ബാഹ്യമായിട്ട് തന്നെ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ എത്രയാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ കയ്യിന് യാതൊരു പ്രശ്നവും അള്ളാഹു തന്നിട്ടില്ല. നമ്മുടെ കാലുകൾക്ക് യാതൊരു പ്രശ്നവും അള്ളാഹു തന്നിട്ടില്ല. കാലുകൾക്ക് പ്രശ്നമുള്ള, കയ്യുകൾക്ക് പ്രശ്നമുള്ള, സംസാരിക്കാൻ കഴിയാത്ത, ചെവി കേൾക്കാത്ത, അന്ധരായിട്ടുള്ള, മൂഢന്മാരായിട്ടുള്ള, പൊണ്ണത്തടി കൊണ്ട് പരീക്ഷിക്കപ്പെട്ട എത്രയെത്ര ആളുകളുണ്ട്. അതിൽ നിന്നൊക്കെ അള്ളാഹു നമുക്ക് സലാമത്ത് നൽകി. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും മുമ്പ് പറഞ്ഞ പ്രയാസങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ, മുമ്പ് പറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്കും അള്ളാഹു ചെയ്ത നിഅമത്തുകൾ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് ഒരു കുറവ് അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം അത് നിങ്ങൾക്ക് അള്ളാഹു നാളെ ആഖിറത്തിൽ വെച്ച് നൽകുമെന്ന ഉറച്ച വിശ്വാസം നിങ്ങൾ മുറുകെ പിടിക്കുക. മുമ്പ് പറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് ഒരിക്കലും നിങ്ങൾ ബുദ്ധിമുട്ടാകാതിരിക്കുക. നിങ്ങളെ പ്രയാസപ്പെടുത്താനോ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാനോ നിങ്ങളെ കരയിപ്പിക്കാനോ പറഞ്ഞതല്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രയാസം, പരീക്ഷണം അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേൽ ക്ഷമിക്കുക. അത് നിങ്ങൾക്ക് ബാധ്യതയാണ്. ഏതായാലും അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ ഒരുപാടാണ്. ഇനി കൈകൾക്ക് പ്രശ്നമുണ്ടെങ്കിലും കാലുകൾക്ക് പ്രശ്നമുണ്ടെങ്കിലും എന്നാലും അള്ളാഹു ചെയ്യുന്ന അനുഗ്രഹങ്ങൾ, ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ, അതിനുവേണ്ടി നമ്മൾ ഹംദ് പറയണം. അത് നമ്മൾ ബാധ്യസ്ഥതയുള്ള ഒരു കാര്യമാണ്. മനസ്സിലായല്ലോ? അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞത് ലഇൻ ശക്കർതും ലഅസീദന്നകും എന്നാണ്. ഞാൻ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇനിയും ധാരാളമായിട്ട് തീർച്ചയായിട്ടും വർദ്ധിപ്പിച്ചു നൽകുമെന്നാണ്. തീർച്ചയായിട്ടും വർദ്ധിപ്പിച്ചു നൽകുമെന്നാണ് പറഞ്ഞത്. വർദ്ധിപ്പിച്ചു നൽകുമെന്നല്ല, തീർച്ചയായിട്ടും ഞാൻ വർദ്ധിപ്പിച്ചു നൽകുമെന്നാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മൾ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് എപ്പോഴും നമ്മൾ ഹംദ് പറയണം, ശുക്ർ പറയണം. ഈ വീഡിയോയിലൂടെ പറയുന്നത് അള്ളാഹിൻ്റെ പരിശുദ്ധമായിട്ടുള്ള ഒരു ഇസ്മാണ്. ഈ ഇസ്മിൻ്റെ ഫലങ്ങൾ കേട്ടാൽ നിങ്ങൾ ആകെ അത്ഭുതപ്പെട്ടു പോകും. കാരണം ഒരുപാട് ഒരുപാട് ഫലങ്ങളാണ് ഈ ഇസ്മിൽ അടങ്ങിയിട്ടുള്ളത്. എല്ലാം പറയൽ നമുക്ക് സാധ്യമല്ല. കഴിയുന്ന ചില ഫലങ്ങൾ, ഇതൊരു ഇൻസ്പിറേഷൻ എന്ന നിലയ്ക്ക്, ഇത് ചൊല്ലാനുള്ള ഇൻസ്പിറേഷൻ എന്ന നിലയ്ക്ക് അല്പം മഹത്വങ്ങൾ മാത്രം പറയുകയാണ്. ഈ ഇസ്മിൻ്റെ ഫലങ്ങളിൽ പെട്ടതാണ് നമ്മുടെ ശരീരത്തിന് നല്ല ആഫിയത്ത് അല്ലാഹു നൽകും ഇത് പതിവാക്കിയാൽ. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സമ്പത്ത് ഈ ഇസ്മിലൂടെ അല്ലാഹു നൽകും. അതുപോലെ നമ്മുടെ ബിസിനസ്സിൽ നല്ല പ്രോഫിറ്റ്, നല്ല ലാഭം അല്ലാഹു നൽകും. അതുപോലെ തന്നെ നമ്മുടെ വീട് പണികളിലെ തടസ്സങ്ങൾ അത് അല്ലാഹു നീട്ടിത്തരും. അല്ലാഹു അതെല്ലാം നീക്കിത്തരുന്നതാണ് ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ നമുക്കുള്ള നല്ല നല്ല ആഗ്രഹങ്ങളുണ്ട്. നമ്മുടെ മക്കളെ ഡോക്ടറാക്കണം, നമ്മുടെ മക്കളെ നല്ല ആലിമാക്കണം, മതപണ്ഡിതനാക്കണം, ഇങ്ങനെ നല്ല നല്ല ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതിലേക്കുള്ള വഴി അല്ലാഹു തുറന്നു തരും. അതുപോലെ ഉംറ ചെയ്യുക, ഹജ്ജ് ചെയ്യുക, ഇതൊക്കെ നമ്മുടെ വലിയ സ്വപ്നമാണ്, ആഗ്രഹമാണ്. അതിലേക്കുള്ള വഴി അല്ലാഹു തുറന്നു തരും. അതുപോലെ തന്നെ ഒറ്റവാക്കിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിത പ്രാരാബ്ദങ്ങൾ അല്ലാഹു നീക്കി തരുന്നതാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്യാൻ കാരണമാകുന്ന ഒരു ഇസ്മാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. പിന്നെ പറയട്ടെ, ഈ ഇസ്മ പതിവാക്കിൽ ഉറപ്പായിട്ടും ഈ ഫലങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. കാരണം നമുക്കറിയാം, അള്ളാഹിൻ്റെ ഇസ്മ വെച്ച് നമ്മൾ അള്ളാഹിൻ്റെ മുമ്പിൽ കൈ നീട്ടിയാൽ ഒരിക്കലും അല്ലാഹു തട്ടില്ല. അല്ലാഹു പറഞ്ഞത് ഫദ്ഉഹു ബിഹാ എന്നാണ്. ആ ഇസ്മുകൾ വെച്ച് ദുആ ചെയ്യാനാണ്. അപ്പോൾ അല്ലാഹു അതിന് പ്രധാനപ്പെട്ട ഇജാബത്ത് നൽകും ഇൻഷാ അല്ലാഹ്. ഏതായാലും ഇസ്മ പറഞ്ഞുതരാം. യാ ഷക്കൂറു യാ അല്ലാഹ്, യാ ഷക്കൂറു യാ അല്ലാഹ്, യാ ഷക്കൂറു യാ അല്ലാഹ്. ഇതാണ് ഇസ്മ. യാ അല്ലാഹ് ഓപ്ഷനലാണ്. വേണമെങ്കിൽ ചൊല്ല, വേണ്ടാത്തവർക്ക് ചൊല്ലാതിരിക്കുകയും ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങളത് ചെയ്യുക. യാ അല്ലാഹ് ചേർക്കലാണ് ഏറ്റവും നല്ലത്, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. യാ ഷക്കൂറു എന്നും ചൊല്ലാം, യാ ഷക്കൂറു യാ അല്ലാഹ് എന്നും ചൊല്ലാം. ഏതായാലും ഈ ഇസ്മ നമ്മൾ കൃത്യമായിട്ടൊരെണ്ണം എല്ലാ ദിവസവും പതിവാക്കുക. എല്ലാ ദിവസവും ചൊല്ലണം.
ഒരു തവണയാണെങ്കിലും അതെല്ലാ ദിവസവും നമ്മൾ ചൊല്ലുക. മനസ്സിലായല്ലോ? പതിവാക്കുന്നതിന് അത് വേറൊരു ശ്രേഷ്ഠത തന്നെ അതിനുണ്ട്. അള്ളാഹുവിനും അള്ളാഹിൻ്റെ റസൂലിനും ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാ ദാവമ അലൈഹിയാണ്, ദായിമായിട്ട് ചെയ്യുന്ന അമലുകളാണ്. അത് ഒന്നാണെങ്കിൽ പോലും ആ ഒന്ന് കൃത്യമായിട്ട് എല്ലാ ദിവസവും നമ്മൾ 30 ദിവസം ഓരോന്ന് പതിവാക്കി ചൊല്ലുന്നതും ഒറ്റയിരിപ്പിൽ 30 തവണ ചൊല്ലുന്നതും രണ്ടും രണ്ടാണ്. ആ പതിവാക്കുന്നതിനാണ്, പതിവായിട്ട് 30 ദിവസം ചൊല്ലി ഓരോന്ന് ചൊല്ലി 30 ആകുന്നതിനാണ് ഏറ്റവും ഫലം എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ഏതായാലും പതിവായിട്ട് നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം എത്രയാണോ സാധിക്കുന്നത് അത്ര എല്ലാ ദിവസവും പതിവാക്കുക. അപ്പം മുമ്പ് പറഞ്ഞ ഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഇൻഷാ അല്ലാഹ്. മനസ്സിലായില്ലേ? ആ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ പാപിയെയും അതുപോലെ മറ്റുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവരെയും നിങ്ങളുടെ വിലയേറിയ ദുആകളിൽ ഉൾപ്പെടുത്തുക. മുഅ്മിനീങ്ങൾക്ക് വേണ്ടി മുഅ്മിനാത്തുകൾക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ദുആ ചെയ്യുക ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.